Edusoft Malayalamത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് പേര് പറഞ്ഞ ഒരു പ്രോബ്ലമാണ് ഗൂഗിൾ മീറ്റിൽ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഓഡിയോ പ്ലേ ആകുന്നത്. ഇത് മൊബൈൽ ഫോണിൽ മീറ്റിംഗ് നടത്തുന്നവർക്കാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത്. കുട്ടികളെ കാണിക്കാൻ അല്ലെങ്കിൽ മീറ്റിംഗിലുള്ളവരെ കാണിക്കാനായിട്ട് വീഡിയോയും മറ്റും പ്ലേ ചെയ്യുന്ന സമയത്ത് വീഡിയോ വിഷ്വൽ ഓക്കെയാണ്, പക്ഷേ ഓഡിയോ പ്ലേ ആകുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഓഡിയോ പ്ലേ ആവാത്തത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നാണ്. ഇതിനുള്ള ചില പരിഹാര മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനായി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. പ്രധാനമായും 4 പ്രോബ്ലംസ് അല്ലെങ്കിൽ 4 പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനുള്ള 4 വഴികളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആ എല്ലാ വഴികളും എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഓരോരുത്തരുടെ ഫോണും അതുപോലെ തന്നെ സാഹചര്യവും അനുസരിച്ച് ഈ പറയുന്ന നമുക്ക് ഈ പ്രോബ്ലം പരിഹരിക്കാനുള്ള വഴികൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പുതുപുത്തൻ അപ്ഡേറ്റ്സ്, പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ പറയാനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ഗൂഗിൾ മീറ്റ് ഒക്കെ കഴിഞ്ഞ വർഷം എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും. വളരെ കുറച്ച് പേരെ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തവരുണ്ടാവും. എനിവേ, നിങ്ങൾ എപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മീറ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. സാധാരണ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റിൽ പരിഹരിക്കപ്പെട്ട് പോകുന്നതാണ്. അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാത്തവർ ആദ്യം തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യുക. അതാണ് ആദ്യത്തെ സൊല്യൂഷൻ. അപ്ഡേറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ ഗൂഗിൾ മീറ്റ് ശരിയാകുന്നില്ല എങ്കിൽ ഇനി പറയുന്ന വഴികൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സൗണ്ട് പ്ലേ ചെയ്യുന്നില്ലെങ്കിലുള്ള അടുത്ത ഒരു സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഇതിനായി ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം ആദ്യം ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ ആപ്പ് മാനേജർ അല്ലെങ്കിൽ ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് മുകളിൽ ആപ്പ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലായിടത്തും കാണും. ഓക്കെ, ആപ്സ് എന്നാണ് എൻ്റെ ഫോണിൽ കാണിക്കുക. ഇവിടെ ആപ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ മാനേജ് ആപ്സ് എന്നുണ്ടാവും. അപ്പോൾ പലരുടെയും ഫോണിൽ ഈ ഓൾറെഡി ഫ്രണ്ടിൽ തന്നെ സെറ്റിംഗ്സിനകത്ത് മാനേജ് ആപ്സ് ഉണ്ടാവും. ഇല്ലെങ്കിൽ സെർച്ച് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സിൽ ആപ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് മാനേജ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. മാനേജ് ആപ്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇവിടെ ഒന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ മുകളിൽ സെർച്ച് ചെയ്ത് നമ്മുടെ ഗൂഗിൾ മീറ്റ് എടുക്കുക. ഓക്കെ, മീറ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മീറ്റ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ എല്ലാ ഇൻഫർമേഷൻസും ഇവിടെ കാണാൻ സാധിക്കും. എത്രമാത്രം മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ഓക്കെ, ഇനി ഈ ആപ്പ് ഇൻഫോയ്ക്കകത്ത് ഗൂഗിൾ മീറ്റിൻ്റെ ആപ്പ് ഇൻഫോയ്ക്കകത്ത് ആപ്പ് പെർമിഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് നോക്കുക, ആപ്പ് പെർമിഷൻസ്, അത് ഓപ്പൺ ചെയ്യുക. ആപ്പ് പെർമിഷൻസ് എടുത്തതിന് ശേഷം നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ എന്തൊക്കെ പെർമിഷൻസ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്ന്. ക്യാമറ, കോണ്ടാക്റ്റ്, അതുപോലെ തന്നെ മൈക്രോഫോൺ, ടെലിഫോൺ, ഇത്രയുമാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ മൈക്രോഫോണും ടെലിഫോണും എനേബിൾ അല്ല എങ്കിലും സൗണ്ട് പോകില്ല. ഓക്കെ, ഈ ആപ്പ് പെർമിഷനകത്ത് മൈക്രോഫോണും ടെലിഫോണും എനേബിൾ അല്ല എങ്കിലും സൗണ്ട് പോകില്ല. അതുകൊണ്ട് ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ ആപ്പ് മാനേജ്മെൻറ്റ് എടുത്ത് ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്തെ ആപ്പ് പെർമിഷനകത്ത് ടെലിഫോണും അതുപോലെ തന്നെ മൈക്രോഫോണും എനേബിൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് ഒരു സൊല്യൂഷൻ. ചില ഫോണുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഇത് അലോ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ വോയിസ് പ്ലേ ആവാത്തത്. എല്ലാ ഫോണിലുമല്ല, ചില ഫോണിലാണ് ഈ ഒരു പ്രശ്നം മൂലം വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ വോയിസ് പോവാത്തത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ആ താഴെയുള്ള 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. അവിടെ ഷെയർ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സ്റ്റാർട്ട് ഷെയറിംഗ് കൊടുത്താൽ മതി. ഓക്കെ, അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുകളിലുള്ള സ്പീക്കർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും ടോപ്പിലുള്ള സ്പീക്കർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് അവിടെ സ്പീക്കർ, ഫോൺ, ഓഡിയോ ഓഫ്, ക്യാൻസൽ, അതിനകത്ത് സ്പീക്കർ എനേബിൾ ആണ് എന്ന് ഉറപ്പുവരുത്തുക. സ്പീക്കർ എനേബിൾ ആണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം താഴെയുള്ള മൈക്ക് ഓൺ ചെയ്യുക. ഓക്കെ, മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാം. അതുപോലെ തന്നെ സിസ്റ്റം സൗണ്ട് ഒരുപക്ഷെ ഇതിലൂടെ സ്വിച്ച് ചെയ്തെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് മൈക്ക് ഓൺ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പം മൈക്ക് ഓൺ ചെയ്യുക. അതിനുശേഷം സ്ക്രീൻ ഷെയർ കൊടുക്കുക. ഈ ഒരു പ്രോബ്ലം ചില ഫോണുകളിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വീഡിയോയുടെ കൂടെ ഓഡിയോ കിട്ടാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ ഫോണിലും ഓരോ രീതിയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെത്തേഡല്ല, ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുമ്പോൾ സ്പീക്കർ ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തു എന്ന് കൂടി ഒന്ന് ഉറപ്പുവരുത്തുക. ഇനി ലാസ്റ്റ് പറയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ടെക്നിക്കൽ ആയിട്ടല്ല, സാങ്കേതികമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് മീറ്റിൽ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ചെയ്യേണ്ട കാര്യം, വീട്ടിൽ 2 മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ 2 മൊബൈൽ ഫോൺ എടുക്കുക. 2 സ്മാർട്ട് ഫോൺ,
ആരുടെയും കയ്യിലെ 2 സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഒക്കെയാണ് ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ 2 സ്മാർട്ട് ഫോണുകൾ ഉണ്ടാവും. സോ 2 സ്മാർട്ട് ഫോൺ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യേണ്ട വീഡിയോ നിങ്ങൾ മീറ്റിംഗ് നടത്തുന്ന ആ ഫോണിലും അതുപോലെ തന്നെ മറ്റു ഫോണിലും കൂടി സൂക്ഷിക്കുക. ഓക്കെ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നാണ് പ്ലേ ചെയ്യുന്നതെങ്കിലും 2 ഫോണിലും ഒരേ സമയം ആ സെയിം വീഡിയോ എടുത്തു വെക്കുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ ഫോണിൽ, അതായത് മീറ്റിംഗ് നടത്തുന്ന ഫോണിൽ മീറ്റിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അവിടെയുള്ള വീഡിയോ പ്ലേ ചെയ്യുക. അപ്പോൾ വീഡിയോ അവർക്ക് കാണാൻ പറ്റും, പക്ഷേ ശബ്ദം കേൾക്കാൻ സാധിക്കില്ല. ശബ്ദം കേൾക്കാനായിട്ട് നിങ്ങൾ 2ാമത്തെ ഫോണിൽ ആ വീഡിയോ ആ സമയത്ത് തന്നെ പ്ലേ ചെയ്യുക. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ നിന്ന് വിഷ്വലും പൊക്കോളും, ഈ ഫോണിൽ നിന്ന് എന്താണ് ശബ്ദവും പൊക്കോളും. ശബ്ദം പോകാനായിട്ട് മൈക്ക് കൂടി ഓൺ ആക്കി വെക്കണം, മീറ്റിന്റെ മൈക്ക് കൂടി ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ രീതിയിൽ 2 ഫോൺ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം എല്ലാവർക്കും പരിഹരിക്കാൻ സാധിക്കും. കാരണം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോ എന്താണ്, നമുക്ക് 2 ഫോൺ വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ഓൺ ആക്കുന്നു, ഒരു ഫോണിൽ വീഡിയോ ഷെയർ ചെയ്യുന്നു, മീറ്റിംഗ് നടത്തുന്നു, അടുത്ത ഫോണിൽ ആ വീഡിയോ പാരലായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നു. ഇതിനു വേണ്ടി, സൗണ്ടിന് വേണ്ടി മാത്രം. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പോലെ മൈക്ക് ഓൺ ചെയ്ത് വെച്ച് ഈ ഫോൺ നമ്മുടെ എന്താണ് ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഫോണിന്റെ മൈക്കിനടുത്ത് കൊണ്ടേ വെക്കുന്നു. അപ്പൊ ഇതിന്റെ ഓഡിയോ അത് ഡിറ്റക്ട് ചെയ്ത് ആ ഓഡിയോ അവിടെ ഔട്ടായിട്ട് കിട്ടിക്കൊള്ളും. അപ്പൊ അവർ കാണുമ്പോൾ വീഡിയോയുടെ കൂടെ തന്നെ ഓഡിയോയും കിട്ടും, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു പരിഹാരം അവസാനത്തെ പ്രയോഗമാണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ സെറ്റിംഗ്സിനകത്ത് ആപ്പ് മാനേജ്മെന്റിൽ പോയി പെർമിഷൻ ചെക്ക് ചെയ്ത് നോക്കി, മറ്റു പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ടും അത് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിലാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് ഈ ഒരു സോൾവിംഗ് മെത്തേഡ്. ഇത് ലാസ്റ്റ് നമ്മൾ പലതവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോൾ ചെയ്ത ഒരു അറ്റകൈ പ്രയോഗമാണ്. ഓഡിയോ പ്ലേ ചെയ്യാനായിട്ട് വേറൊരു ഡിവൈസിൽ ഓഡിയോ പ്ലേ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ മീറ്റിംഗ് നടത്തുന്ന ഡിവൈസിൽ മൈക്ക് ഓൺ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ. കൂടുതൽ പേരും, ഒരുപാട് പേരെ നിങ്ങളോട് ഈ പ്രശ്നം ചോദിച്ചിട്ടുണ്ടാവാം. ഇനി ചിലരുടെ ഫോണിലൊക്കെ, പ്രത്യേകിച്ച് പുതിയ ഫോണുകളിലാണ് ഈ പ്രോബ്ലം ഉള്ളത്. പഴയ ഫോണുകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സാംസങ് ഫോണിലൊന്നും അധികം ഈ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് റെഡ്മിയാണ് ഉപയോഗിക്കുന്നത്. റെഡ്മിയിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഓഡിയോ പ്ലേ ചെയ്യാത്ത ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എങ്ങനെ ഓഡിയോ പ്ലേ ചെയ്യാം എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, സെറ്റിംഗ്സിൽ ആപ്പ് പെർമിഷൻ നോക്കുക, അതുപോലെ തന്നെ സ്പീക്കറിലാണോ നിങ്ങളുടെ ഗൂഗിൾ മീറ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ 2 ഫോൺ ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ ഒരു ഫോണിൽ ഓഡിയോയും ഒരു ഫോണിൽ വീഡിയോയും പ്ലേ ചെയ്യുക. അറ്റ് എ ടൈം ഇത് 2 കൂടെ നടക്കുമ്പോൾ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്കേ അറിയത്തുള്ളൂ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പുതിയ അപ്ഡേറ്റ് വന്നു കഴിയുമ്പോൾ, ഗൂഗിൾ മീറ്റിന്റെ അപ്ഡേറ്റ് എപ്പോൾ വന്നാലും ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. എപ്പോഴാണ് ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ മൊബൈൽ ഫോണിൽ പ്ലേ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. കമ്പ്യൂട്ടറിൽ ഈ പ്രശ്നം ഇല്ല. കാരണം കമ്പ്യൂട്ടറിൽ ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്, നമുക്ക് ഇതിന്റെ മൈക്കൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ മൊബൈലിൽ അത്ര സെറ്റിംഗ്സ് ഇല്ല. അപ്പോൾ ഈ സെറ്റിംഗ്സ് ഒക്കെ മൊബൈലിലേക്ക് കൂടി വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഒരു കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.